നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സ് ആക്ടിലെ ക്യാപിറ്റൽ ഗെയിനെ കുറിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്കിലോ റിയൽ എസ്റ്റേറ്റിലോ മറ്റ് അസറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ബാധകമായേക്കാം. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ലാഭത്തിനെയോ നഷ്ടത്തിനെയോ ആണ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമാണ് ക്യാപിറ്റൽ ടാക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് ക്യാപിറ്റൽ അസറ്റ്? ലാൻഡ്, ബിൽഡിംഗ്, അത് കൊമേഴ്ഷ്യലോ റെസിഡൻഷ്യലോ ആയിക്കൊള്ളട്ടെ, പ്രോപ്പർട്ടി, ഇതെല്ലാമാണ് ക്യാപിറ്റൽ അസറ്റ്. നിങ്ങൾക്കൊരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടെങ്കിൽ അത് അർബൻ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആകും. മറിച്ച് ആ അഗ്രികൾച്ചറൽ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് റൂറൽ ഏരിയയിലാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആകില്ല. അതുപോലെ ബിസിനസിന്റെയോ പ്രൊഫഷന്റെയോ ആവശ്യങ്ങൾക്കായി നിങ്ങൾ കൈവശം വെക്കുന്ന സ്റ്റോക്ക് ക്യാപിറ്റൽ അസറ്റ് ആകില്ല. പേഴ്സണൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൂവബിൾ അസറ്റ്, ഫർണിച്ചർ, ഇവയൊന്നും ക്യാപിറ്റൽ അസറ്റിന്റെ പരിധിയിൽ വരികയില്ല. എന്നാൽ നമ്മുടെ കയ്യിലെ ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഇതെല്ലാം ക്യാപിറ്റൽ അസറ്റ് ആണ്. നമ്മൾ ഒരു ജ്വല്ലറി വിൽക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബാധകമാണ്. കാർ ഒരു മൂവബിൾ അസറ്റ് ആണ്. അതൊരു ലക്ഷറി കാർ ആണെങ്കിൽ പോലും ക്യാപിറ്റൽ അസറ്റിന്റെ പരിധിയിൽ വരികയില്ല. കാർ സാധാരണ രീതിയിൽ വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്താൽ ഗവൺമെന്റിന് നഷ്ടം സംഭവിക്കും എന്നതുകൊണ്ടാകാം ഒരു പക്ഷേ കാർ പോലെയുള്ള മൂവബിൾ അസറ്റിനെ ക്യാപിറ്റൽ അസറ്റിന്റെ പരിധിയിൽ കൊണ്ടുവരാത്തത്. ചുരുക്കത്തിൽ, ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമാണ് ക്യാപിറ്റൽ ടാക്സ് ഉണ്ടാവുന്നത്. ഒരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങിയ വിലയേക്കാൾ കൂട്ടി വിൽക്കുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നത്. മറിച്ച് വാങ്ങിയ വിലയേക്കാൾ കുറച്ചാണ് വിൽക്കുന്നത് എങ്കിൽ ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടാവുന്നത്. ഇനി ഈ ഗെയിനെയും ലോസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടാവുന്നത്. മറിച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടാവുന്നത്. ഒരു ക്യാപിറ്റൽ അസറ്റിനെ ലോങ് ടേമും ഷോർട്ട് ടേമും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്കുണ്ടായ ഗെയിനെയും ലോസിനെയും ലോങ് ടേമും ഷോർട്ട് ടേമുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു അസറ്റിനെ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഒരു അസറ്റിനെ ഹോൾഡ് ചെയ്യുന്ന പീരീഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈവശം വയ്ക്കുന്ന കാലയളവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ലോങ് ടേമും ഷോർട്ട് ടേമും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. 2024 ജൂലൈ 23 ചേഞ്ചസ് വരുന്നതിന് മുമ്പ് അസറ്റ് ക്ലാസിഫൈ ചെയ്യാൻ 3 കാലയളവുകളാണ് ഉണ്ടായിരുന്നത്: 12 മാസം, 24 മാസം, 36 മാസം. എന്നാൽ ജൂലൈ 23 ചേഞ്ചസ് വന്നതിന് ശേഷം അസറ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് 2 കാലയളവുകൾ വെച്ചാണ്: 12 മാസവും 24 മാസവും. ചുരുക്കത്തിൽ, ഏത് ക്യാപിറ്റൽ അസറ്റ് ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നതനുസരിച്ച് ഏത് തീയതിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് കണക്കാക്കി ഷോർട്ട് ടൈം ഗെയിൻ ആകുമോ ലോങ് ടേം ഗെയിൻ ആകുമോ എന്നതിൽ വ്യത്യാസം ഉണ്ടാകുന്നു. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, അതുമല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് UTI ഒക്കെ ആണെങ്കിൽ 12 മന്ത്സോ അതിൽ താഴെയോ ആണ് ഹോൾഡിംഗ് പീരീഡ് എങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകും. 12 മന്ത്സിൽ കൂടുതലാണ് ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകും. ഈ ഐറ്റംസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത് 2024 ജൂലൈ 23 മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഒരേ ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കും. ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ലാൻഡോ ബിൽഡിങ്ങോ ഒക്കെ ആണെങ്കിൽ ജൂലൈ 23 മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും 24 മാസമോ അതിൽ താഴെയോ ആണ് ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകും. 24 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകും. ബാക്കി അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നിന്നും നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഹോൾഡിംഗ് പീരീഡ് പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ക്ലാസിഫൈ ചെയ്യുന്നതിന് സെക്ഷൻ 50A പ്രകാരം 3 അസറ്റിനാണ് എക്സ്ക്ലൂഷൻ ഉള്ളത്. 2024 ജൂലൈ 23 അതിനു ശേഷമോ ട്രാൻസ്ഫറോ റെഡീമോ മെച്ചൂറോ ആയിട്ടുള്ള അൺലിസ്റ്റഡ് ബോൺസോ ഡിബഞ്ചേഴ്സോ, അല്ലെങ്കിൽ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ 2023 ഏപ്രിൽ 1 ശേഷം അക്വയർ ചെയ്തിട്ടുള്ള സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ്. ഈ അസറ്റുകൾ എന്ന് ട്രാൻസ്ഫർ ചെയ്താലും ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗെയിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കണം. ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് റേറ്റിനെ പറ്റി വിശദമായ ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.